ഹായ് ഹലോ, ഇന്നൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അര കപ്പ് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു അര കപ്പ് തന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചൂടുവെള്ളമൊക്കെ നന്നായി യോജിച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതായത് ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ ക്യാരറ്റ്. പിന്നെ ഒരു 1/4 കപ്പ് ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞതും പാടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി ഇതാ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു മിക്സ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്, അതിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ തന്നെ പട്ട പൊടിച്ചതും പാടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം കേട്ടോ. മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് 1/4 കപ്പിൻ്റെ കപ്പളവാണ്, അതാണ് 2 വട്ടം ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറാവണ വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും പാടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യൽ നമുക്ക് നിർത്താം കേട്ടോ. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഇൻഗ്രീഡിയൻറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ പാടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റും ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോഴേക്കും ഓവൺ ഒരു 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ തന്നെ ഒരു 40 മിനിറ്റാണ് കേട്ടോ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനും എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.